ഹായ്, ഞാനേ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു തരാവേ. അതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. എല്ലാവരും സത്യസന്ധമായിട്ട് തന്നെ വന്ന് ആൻസർ പറയണേ. നിങ്ങളുടെ വീട്ടിലെ ഒന്നെങ്കിൽ മകൻ കല്യാണം കഴിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെ മകളെ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടുണ്ടായിരിക്കും, അല്ലെ നമ്മുടെ കുടുംബത്തെ ഏതെങ്കിലും കുടുംബത്തോ നമ്മുടെ ചുറ്റുവട്ടത്തോ ഒക്കെയുള്ള വീട്ടിൽ മക്കൾ കല്യാണം കഴിച്ച് പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും. കുറച്ച് ഒരാഴ്ച രണ്ടാഴ്ച നമ്മളൊരു പഴഞ്ചൊല്ല് പറയില്ല, പുത്തനച്ചി പെരപ്പുറം തൂക്കുന്ന, അല്ലെ കൂടി വന്ന ഒരു 3 മാസം വരെയൊക്കെ ഒരു കുഴപ്പവും ഇല്ലാതെ പോകും. ഇപ്പോഴത്തെ കാലത്ത് 3 മാസം ഒന്നും ഇല്ല കേട്ടോ. 3 ദിവസം കൊണ്ട് ഇവളുമാര് കുഴപ്പം ഉണ്ടാക്കാനായിട്ട് തോന്നും. എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കെട്ടിയന്മാര് ജോലിക്ക് പോകുന്നവരായിരിക്കും, അല്ലെ ബിസിനസ്സിന് പോകുന്ന എന്തെങ്കിലും കാര്യത്തിനൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയല്ലോ. അപ്പോൾ ഇവളുമാർക്കുണ്ടല്ലോ ഈ TV കണ്ടും മൊബൈലെ കണ്ടും ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഒരു പണിയും ചെയ്യത്തില്ല. വീട്ടിൽ കിടക്കുന്ന ഈ തള്ള ചിലപ്പം പ്രായമായതായിരിക്കും, അല്ലെങ്കിൽ ചെറുപ്പമായിരിക്കുമോ, എന്തെങ്കിലും ആവട്ടെ, വയ്യാഴിയോ ഒക്കെ ഉള്ളവരൊക്കെ ആയിരിക്കും. എന്നാൽ ഒരു കൈ സഹായം ചെയ്തു കൊടുക്കാനൊന്നും വെക്കുകയില്ല. അപ്പൊ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേനും അത് പിന്നെ വലിയൊരു വഴക്കാകും, വയ്യാവേലിയാകും. പിന്നെ അത് അവളുടെ വീട്ടിലോട്ട് വിളിച്ചു പറയുമ്പോഴത്തേനും നമ്മൾ പറഞ്ഞതൊന്നും ആയിരിക്കില്ല അങ്ങോട്ട് വിളിച്ചു പറയുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ മകൻ വരുമ്പം അമ്മ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഭക്ഷണം എടുത്ത് കഴിക്കാൻ ചെന്നപ്പോഴത്തേനും ഞാനൊന്നും ചെയ്തില്ലെന്നും പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞെന്നറിയാവോ ചേട്ടായി എന്ന് ചോദിക്കും. ഞാൻ എല്ലാ പണിക്കും കൂടി എന്നിട്ടും അമ്മയ്ക്കൊരു തൃപ്തി ഇല്ലെന്ന് പറയും. പക്ഷെ ഇതൊന്നും ആയിരിക്കത്തില്ല കാര്യം. ജീവിതത്തിലുണ്ടല്ലോ ഈ മൊബൈലൊക്കെ ഇറങ്ങിയ പിന്നെ ഉണ്ടല്ലേ ജീവിതം കുട്ടിച്ചോറാക്കി. നമ്മളൊരു കാര്യം പറയും, ഒരു മൊബൈൽ അവൻ്റെ ജീവിതം തുലച്ച് കളഞ്ഞെന്ന് പറയും. എന്ന് പറഞ്ഞോണക്കാണ് ഇപ്പം ഞാനൊരു കാര്യം പറയാൻ പോകുന്നത്. ഈ വരുന്ന പെൺപിള്ളേർക്ക് ആർക്കും ഉണ്ടല്ലോ ഒരു ജോലിയും ചെയ്യാൻ കഴിയില്ല. ഏത് സമയത്തും അവരുടെ ഇഷ്ടത്തിന് പുറത്തു കൊണ്ടുപോവുക, പുറത്തുനിന്ന് ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കുക, അല്ലെ സിനിമയ്ക്ക് പോവുക, അല്ലെ വെറുതെ ഒരു ഷോപ്പിങ്ങിന് പോകുക. എന്നുവെച്ചിട്ട് വീട്ടിലൊന്നും ചെയ്യാൻ കഴിയില്ല. ബാക്കിയുള്ള സമയത്ത് TV കണ്ട് മൊബൈലും കിള്ളിക്കൊണ്ടൊക്കെ ഇരിക്കുന്നതിനോടാണ് താല്പര്യം. ഒരു ജോലിയും ചെയ്യാൻ കഴിയത്തില്ല. നമ്മൾ അഥവാ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കണക്കും കാര്യങ്ങളും ആകും. പിന്നെ കാരണന്മാരെന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കുറ്റങ്ങളും കുറവുകളും ഒക്കെ ആകും. പിന്നെ കുടുംബത്തിൽ തമ്മിത്തല്ലും ആലോചിക്കോ. അതിന് ഞാൻ നിങ്ങളോടൊരു സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞു തരാമെന്ന് ഓർത്താ വന്നത്. അതായത് നമ്മുടെ ഈ അടുത്ത പ്രദേശത്ത്, ഞാൻ വീട്ടുപേരോ ആളുടെ പേരോ ഒന്നും പറയുന്നില്ല, ഇന്നത്തെ കാലത്തെ പെൺപിള്ളാരെന്ന് പറഞ്ഞാലും ആൺപിള്ളേർ പിന്നെയും കുറച്ചൊക്കെ ഒരു പൊറുതിയുണ്ട്. ഒരു 10-15 വയസ്സൊക്കെ ആയി കഴിയുമ്പോഴായിരിക്കും അവർക്കൊരു ഒന്ന് പ്രേമിക്കണമെന്ന് തോന്നുന്നതും ഏതെങ്കിലും പെൺപിള്ളാരുടെ നേരെ നോക്കുന്നതും എടുക്കുന്നതും ഒക്കെ. പക്ഷേങ്കിൽ ഇപ്പോഴത്തെ പെൺപിള്ളാരുണ്ടല്ലോ, ഒരു 5-ാം ക്ലാസ് തൊട്ട് ആരെങ്കിലും ഒന്ന് പ്രേമിച്ചാൽ മതി, ഒന്ന് മൊബൈൽ വിളിച്ചാൽ മതി, ഒരു മെസ്സേജ് അയച്ചാൽ മതി എന്ന് ഓർക്കുന്ന പെൺപിള്ളാരാണ് ഇന്നത്തെ കാലത്ത്. ഒരു കല്യാണപ്രായം ആകുമ്പോഴത്തേനും കുറഞ്ഞത് ഒരു 10-17 പേരെ കുറഞ്ഞതെങ്കിലും പ്രേമിച്ചിരിക്കും. അത് ഉറപ്പായ കാര്യമാണ്. ഇന്നത്തെ കാലത്ത് സൗന്ദര്യമോ അല്ലെ കറുപ്പോ വെളുപ്പോ ഇതൊന്നും നോട്ടമില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ ഒരു അവസ്ഥ, എൻ്റെ കയ്യും കാലും എല്ലാം മുരിഞ്ചിലൊക്കെ പിടിച്ചിട്ട് പിള്ളേർക്കൊക്കെ അടുത്തിരിക്കാൻ പോലും മടിയായിരുന്നെന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ കാലത്തെന്നൊക്കെ പറഞ്ഞാൽ പ്രേമമൊക്കെ ഉണ്ടെങ്കിലും അപൂർവങ്ങളിൽ അപൂർവമായിട്ടാവട്ടുള്ളൂ പ്രേമം. അല്ലാണ്ട് ഇന്നത്തെ പോണക്കത്തെ വ്യാപകമായ മൊബൈൽ പ്രേമങ്ങളും ഒന്നുമില്ല. അന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുക്കിൻ്റെ പേപ്പറൊക്കെ വലിച്ചു കീറി അങ്ങനെയൊക്കെ എഴുതിയൊക്കെ കൊടുക്കുന്ന പേപ്പറിൽ, നോട്ട് ബുക്കിൻ്റെ പേപ്പറിലൊക്കെ എഴുതി കൊടുക്കുന്ന ലവ് ലെറ്റർ കൊടുക്കാന്ന് പറയും. അങ്ങനത്തെ പ്രേമങ്ങളാണ്. ഇപ്പം അതാണോ, രായുന്നില്ല പകലുന്നില്ല, മൊബൈലിലങ്ങ് മെസ്സേജ് തകർത്തേക്കുക, ഊണില്ല ഉറക്കമില്ല. കുറഞ്ഞതുണ്ടല്ലോ ഒരേ സമയം തന്നെ 3-4 പേരെ ഒന്നിച്ച് പ്രേമിക്കുന്ന പെൺപിള്ളാരാ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ ആൺപിള്ളേർ പൊറുതിയുണ്ട്. അവർ കുറേ പ്രായമായി കഴിയുമ്പം വല്ല MDMA അല്ലെങ്കിൽ 1-2 പെണ്ണുങ്ങളെ പ്രേമിക്കുകയോ അല്ലെ യാദൃശ്യമായിട്ട് വല്ല പീഡന കേസിലൊക്കെ ചെന്ന് വിടുവെന്നേ ഉള്ളൂ. എന്നാലും ഈ പെൺപിള്ളേരുടെ അത്രയും വിഷയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പം ഈ കല്യാണം കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഈ കെട്ടിയവനും കെട്ടിയവനും തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഊടായ്പകൾ ഇവളുമാർ പറഞ്ഞു പിടിപ്പിക്കുമെന്നറിയാവോ. അതിനൊക്കെ നമുക്ക് വഴിയും തടയിടാനൊരു മാർഗമുണ്ട്. ഇവളുമാർ മൂത്ത് മുറുകി നമ്മുടെ ആൺപിള്ളേരെ കൊണ്ട് നമ്മളെ ചീത്ത പറയിപ്പിക്കുന്ന ഒരു സ്റ്റേജ്, അല്ലെങ്കിൽ നമ്മുടെ ചെറുക്കനെയും വിളിച്ചുകൊണ്ട് വേറെ പോകുന്ന ഒരു അവസ്ഥയിലൊക്കെ വരിക. ഇതൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ ഇറക്കേണ്ട കുറച്ച്, അതായത് നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിൻ്റെ ഇടയ്ക്ക് അതും പോരാഞ്ഞിട്ട് എന്നാ കാണിക്കും, ഇവളുമാർ പറഞ്ഞ് തിരുത്തി കഴിയുമ്പോഴത്തേനും ഈ പയ്യന്മാർ അന്ന് വരെ കണ്ട നമ്മളെ ഉണ്ടല്ലോ ആ രീതിയിലല്ല കാണുന്നത്. പിന്നെ ഇവളുമാർ പറയുന്ന കുറ്റങ്ങളും കുറവുകളും വെച്ച് ആ കാഴ്ചപ്പാടില്ല നമ്മളെ കാണുന്നത്. നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മുടെ മക്കൾ വിശ്വസിക്കുന്നില്ല. ബാക്കി പോരാത്തതിന് ഇവളുമാരുടെ
അതായത് ഈ നമ്മളെ കെട്ടിക്കൊണ്ട് വരുന്ന പെൺകൊച്ചിൻ്റെ വീട്ടിലെ അപ്പനും അമ്മയും അല്ലെ ആങ്ങളെയോ അങ്ങനെ വേണ്ടപ്പെട്ടവർ പറയുന്ന കാര്യങ്ങളായിരിക്കും. പിന്നെ ഇവന് വേദവാക്യവും വിശ്വാസവും. ഒരു ദിവസം അവധിയോ ലീവോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓട്ടന്നെ ഇവളുമാർ പറയും നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാം, അവരുടെ വീട്ടിലേക്ക് ഓടിക്കോളും. നമ്മുടെ വീട്ടിൽ ഒരു ദിവസം ലീവ് ഉണ്ടെങ്കിൽ പോലും നിൽക്കാനോ നമ്മുടെ കുടുംബത്തെ കാര്യങ്ങളൊന്നും നോക്കാനോ, നമ്മുടെ കാരണന്മാർക്ക് എന്തുണ്ടൊരു വിശേഷം, അവർക്ക് വല്ല സുഖമാണോ അല്ലെ അവർക്ക് വല്ല അസുഖം ഉണ്ടോ എന്ന് പോലും തീർക്കാൻ പിന്നെ ഇവന്മാർക്ക് നേരം കാണത്തില്ല. പിന്നെ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും മാത്രമേ ഇവരുടെ കാഴ്ചപ്പാടിലുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞുതരാം. ഒരിത്തിരി സാമ്പത്തികവും മറ്റു സൗകര്യവും ഒക്കെ ഉള്ള ഒരു വീട്ടിലെ ആകപ്പാട് ആണും പെണ്ണുമായിട്ട് ഒരു കൊച്ചയോ ഒരു മകനെ അവർക്കുണ്ടായിരുന്നുള്ളൂ. അവന് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ച കുടുംബമാണ്. എന്നുവെച്ചാൽ ഈ തന്തയും തള്ളയും അവർക്ക് നല്ല സാമ്പത്തികമുള്ള, കല്യാണം കഴിഞ്ഞു കൊണ്ടുവന്നു ഒരു 1.5-2 മാസം വരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞപ്പം തൊട്ട് ഇവക്കങ്ങെല്ലാം പ്രശ്നവും കുഴപ്പങ്ങളിലും ചെന്ന് അങ്ങോട്ട് പെട്ടു. അതിനുശേഷം ഉണ്ടല്ലോ ഈ പുള്ളിക്കാരിയുടെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പയ്യൻ്റെ അമ്മയുടെ അനിയത്തി ഒരാളുണ്ട്. പുള്ളിക്കാരി വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരിനെ വിളിക്കുമ്പോൾ അവരും 2 പെൺമക്കളാണ്, ചേർത്തിയരുത്. ഭയങ്കര വിഷമം പറയുകയും കരയുകയൊക്കെ ചെയ്ത് ഇന്നതുപോലൊക്കെ അവൻ മാറുന്ന ലക്ഷണമാണ് എന്നൊക്കെ പറഞ്ഞപ്പം പറഞ്ഞു, ചേച്ചി ഒട്ടും വിഷമിക്കേണ്ട, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. എന്താണെന്നറിയാമോ, ഇന്നത്തെ കാലത്തെ പെൺപിള്ളാരെ ഒറ്റ ഒരെണ്ണത്തിനെ വിശ്വസിക്കാൻ കൊള്ളാത്തതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പ്രേമിച്ചതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലൊക്കെ പെട്ടുപോകാത്ത പെൺപിള്ളേർ അപൂർവങ്ങളിൽ അപൂർവം. ഞാൻ എല്ലാവരെയും അല്ല കേട്ടോ പറയുന്നത്, അവരും എല്ലാവരെയും അല്ല പറയുന്നത്, ഓരോരോ സാഹചര്യങ്ങളിൽ കൂടെ പെട്ടുപോകുന്ന പിള്ളേരുമുണ്ട്. അപ്പം ഇങ്ങനെ പറയുക, ഒരു കാര്യം ചേച്ചി ഇതൊന്ന് പറഞ്ഞു നോക്കിക്കോ. കറക്റ്റായിട്ടും അന്ന് കല്യാണത്തിന് വന്നപ്പം ഈ പെൺകൊച്ചിനെ കൊണ്ട് ഒരു വ്യക്തി എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. അതും കൂടെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്, ചേച്ചി ഈ കാര്യങ്ങളുണ്ട്, ചേച്ചി ഇങ്ങനെ മാത്രം ഒന്ന് പറഞ്ഞു, നീയേ കൂടുതലൊന്നും പറയണ്ട, നിന്റെ വിശേഷങ്ങളും ചരിത്രങ്ങളും ഒക്കെ എനിക്കറിയാം. അന്ന് കല്യാണത്തിന് വന്നപ്പോഴും അത് കഴിഞ്ഞ് ഇടയ്ക്കൊരു പരിപാടിക്ക് വന്നപ്പോഴും നിന്റെ തന്നെ വീട്ടുകാർ നല്ല രീതിയിൽ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, നീ ഇവിടെ കിടന്നുകൊണ്ട് ഇത്രയെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കി എൻ്റെ മകനെ ഞങ്ങൾക്ക് എതിരെ തിരിച്ചു, നീ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കിയത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മകനോട് അങ്ങ് പറഞ്ഞ് ബോധ്യപ്പെടുത്താം. പറഞ്ഞ പുള്ളിക്കാരിയുടെ കാര്യവും ഞാൻ പറയാം. അവൻ ചെന്ന് അന്വേഷിച്ച് തിരക്കിയിട്ട് അവൻ ഉറപ്പ് വന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യവും വിശ്വസിച്ചാൽ ഞാൻ ഇതങ്ങ് പറയാം, നിൻ്റെ ആ വിഷമം അങ്ങ് തീരട്ടെന്ന് പറഞ്ഞു. അന്നേരത്തേനും ഈ പെണ്ണങ്ങോട്ട് കയ്യെ കാലെ പിടിക്കും. അമ്മ പറയല്ല അമ്മ, എനിക്ക് തെറ്റുപറ്റിപ്പോയമ്മ, ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല അമ്മ എന്നെല്ലാം പറഞ്ഞ് കയ്യിൽ അങ്ങ് പിടിച്ചെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 5-6 വർഷമായി, 2 കുഞ്ഞുങ്ങളുമായി ഇതുവരെ ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു. അപ്പൻ്റെ അടുക്കലും ഇല്ല, അമ്മയുടെ അടുക്കലും ഇല്ല, ആരുടെ അടുത്തും ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ്, അവനവൻ്റെ കയ്യിലെ ഒരു തെറ്റ് നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും അല്ലെ നമുക്ക് ആ തെറ്റ് അറിയാവുന്നുണ്ടെങ്കിൽ ഇവളുമാർക്ക് അടങ്ങിക്കിടക്കാനും അപ്പോൾ അറിയാം. അതല്ല നമ്മളിത് അറിഞ്ഞില്ലെങ്കിലത്തെ അവസ്ഥ ഓർത്ത് നോക്കി, ഇന്ന് വരെ പോലും അവരുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവണമെന്ന് ഓർത്തോണ്ടോ അല്ലെ കുടുംബം നശിച്ചു പോട്ടെ എന്ന് ഓർത്തോണ്ട് ഈ പുള്ളിക്കാരുടെ അനിയത്തി ഇന്ന് വരെ ആ പ്രശ്നം എന്താണെന്ന് ഈ ചേട്ടത്തിച്ചാരോട് പറഞ്ഞിട്ടുമില്ല, ചേട്ടത്തിച്ചാരോട്ട് ചോദിച്ചിട്ടുമില്ല. കാരണം ചോദിച്ചു കഴിയുമ്പോൾ അത് മനസ്സിലൊരു കരടായിട്ട് കിടക്കും. ഞങ്ങളൊരു കല്യാണ സ്ഥലത്ത് വെച്ച് കണ്ടു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ഞങ്ങൾ ഒരുപാട് നാളത്തെ പരിചയവും കാര്യങ്ങളും ഉണ്ട്, കുറഞ്ഞത് ഒരു 10-21 വർഷത്തെ പരിചയമുണ്ട് എനിക്ക് ഇവരുമായിട്ട്. ആ ഒരു ബന്ധം വെച്ചാൽ പറഞ്ഞു. ഒരു പ്രാവശ്യം ആദ്യം ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, ഇന്നതുപോണക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ്, മുമ്പോട്ട് എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല, എനിക്കും ചേട്ടനുമാണ് അവനെ കാണാതെ ഒരു ദിവസം പോലും ഇരിക്കത്തുമില്ലെന്നൊക്കെ എന്നോടിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അതൊക്കെ വെച്ചാണ് ഞാൻ ഇവരെ കണ്ടപ്പം ചോദിച്ചപ്പോഴാണ് പറഞ്ഞ്, ഇപ്പോൾ ഒരു കുഴപ്പമില്ല, വളരെ മര്യാദ, ഞങ്ങൾ സന്തോഷമായിട്ട് പോന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ റീസൺ എന്താ, എന്ത് പറ്റി ഇങ്ങനെ മാറാമെന്ന് ചോദിച്ചപ്പോഴാണ് എന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞത് കേട്ടോ. ഇങ്ങനെ നിങ്ങളുടെ കുടുംബത്തും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്തു നോക്കിക്കോ, എല്ലാം മാറി മറിയുമെന്നേ. നമ്മുടെ കൂടെ ഉണ്ടെന്നേ ഭഗവാന്റെ ഒരു താങ്ങും തണലും. നമ്മുടെ കയ്യിൽ ഈ പറയുന്ന തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒന്നും ഇല്ലെന്ന് ഭഗവാൻ അറിയാം. അപ്പം നമുക്ക് വേണ്ടി അവിടെ ഒരു വഴി തെളിച്ച് കിടന്നോളും കേട്ടോ. അപ്പോൾ ആരും വിഷമിക്കണ്ട കേട്ടോ. എൻ്റെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം വീണ്ടും കാണാൻ. ടാറ്റാ ബൈ ബൈ. ഓക്കേ.